2 തിമോഥെയോസ് 2:15. അവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ച് നമ്മൾ അപ്രൂവ് ചെയ്ത ഒരു ജോലിക്ക് വേണ്ടി നമ്മളെ ദൈവം അപ്രൂവ്ഡ് വർക്ക്മെന്നായിട്ട്, അങ്ങനെ വേലക്കാരനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. വായിക്കാം 2 തിമോഥെയോസ് 2:15. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ കാരണമില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ പൗലോസ് അവസാനമായിട്ട് എഴുതിയ ലേഖനങ്ങളിൽ ഒന്നാണ് ഈ തിമോഥെയോസിന്റെ ലേഖനം. അതിൽ പറയുവാണ്, ഏതെങ്കിലും വചനത്തെ അല്ല, സത്യവചനത്തെ നീ യഥാർത്ഥമായി പ്രസംഗിക്കണം. യഥാർത്ഥമായി. അപ്പോൾ അതിൻ്റെ അർത്ഥം സത്യവചനം യഥാർത്ഥമല്ലാതെ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പ്രസംഗിക്കുന്നവരുമുണ്ട്. മുൻപിൽ ഒരു വലിയ കൂട്ടം ഇരിക്കുമ്പോൾ ആളുകളുടെ മുഖം നോക്കിയല്ല ശുശ്രൂഷിക്കേണ്ടത്, അവരുടെ നോട്ടുകെട്ടുകൾ നോക്കിയിട്ടല്ല, അവരുടെ പേഴ്സിൻ്റെ കനമനുസരിച്ചല്ല ഒരു ദൈവവേലക്കാരൻ ശുശ്രൂഷിക്കേണ്ടത്. സത്യവചനത്തെ സത്യമായിട്ട് പ്രസംഗിക്കണം. മുൻപിലിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിലും ദൈവം സത്യം പറയാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സത്യമായിട്ട് തന്നെ പ്രസംഗിക്കണം. ദൈവവചനത്തിൽ വെള്ളം ചേർക്കരുത്. വന്നിരിക്കുന്നവർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ അവർ തെറ്റ് ചെയ്തിട്ട് വന്നിരുന്നാലും മാനസാന്തരപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സമൃദ്ധിയോടെ അയക്കും. വ്യഭിചാരം ചെയ്തിട്ട് വന്നിരിക്കുന്നവനായിരിക്കും, മദ്യപിച്ചിട്ട് വന്നിരിക്കുന്നവരായിരിക്കും, കൈക്കൂലി വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നവനായിരിക്കും, സകല കൊള്ളരുതായ്മയും ചെയ്തിട്ട് വന്നിരിക്കുന്നവനോട് പറയും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സമൃദ്ധിയാൽ നിറയ്ക്കും, വരുന്ന ആഴ്ചയിൽ ഇതിലും അധികം സമൃദ്ധി എന്ന് പറഞ്ഞു വിടാതെ ഈ തെറ്റ് ദൈവാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ, അവനോടത് സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിച്ച് പറയണം, അവൻ്റെ മുഖത്തൊക്കെ പറയണം, കൈക്കൂലി വാങ്ങരുത്, അത് ദൈവം വെറുക്കുന്നു. അവനോട് ധൈര്യമായിട്ട് പറയണം, പലിശയ്ക്ക് കൊടുക്കരുത്, പലിശ വാങ്ങരുത്, ദൈവം അത് വെറുക്കുന്നു. അവൻ്റെ മുഖത്ത് നോക്കി പറയണം, വ്യഭിചാരം ചെയ്യരുത്, ദൈവം അത് വെറുക്കുന്നു. അത് നമുക്ക് പറയാൻ പറ്റണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് വായിക്കാൻ ബാക്കിയുള്ളത്, ലജ്ജിക്കുവാൻ കാരണമില്ലാത്ത വേലക്കാരനായി. അപ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലജ്ജിക്കുവാൻ കാരണമില്ല. ദൈവസന്നിധിയിൽ നമുക്ക് ലജ്ജിക്കേണ്ടതായിട്ട് വരുന്നില്ല. ദൈവം ചോദിക്കും, ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ചെയ്തു, നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമില്ല. അപ്പോൾ യഥാർത്ഥമായി സത്യവചനം പറയാത്തവനെല്ലാം ലജ്ജിക്കേണ്ട ദിവസം വരുന്നു. അവർ കരുതുന്നു ഈ ലോകത്തിൽ എന്തൊക്കെയോ അവർ ചെയ്തു, ഈ ലോകത്തിൽ എന്തൊക്കെയോ ദൈവവേല എന്ന് പറഞ്ഞ രീതിയിൽ അവരൊക്കെ ചെയ്യുന്നു. അവർ സ്വന്തം സാമ്രാജ്യങ്ങളൊക്കെ കെട്ടി ഉയർത്തിയൊക്കെ വെച്ചിരിക്കുമായിരിക്കാം. ആൾ ദൈവങ്ങളൊക്കെ പോലെ ഇരിക്കുന്നവർ അവർ വിചാരിക്കും, ഞങ്ങൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തു, സ്വർഗരാജ്യം നമുക്കുള്ളതാണെന്ന്. എന്നാൽ അവർ ലജ്ജിക്കാനൊരു ദിവസം വരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് സത്യവചനത്തെ സത്യമായിട്ട് പഠിപ്പിക്കാം. പല കൂട്ടായ്മകളും നമ്മൾ പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പലർക്കും മനസ്സിലാകുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു വലിയ ബഹളമുണ്ടാക്കിയിട്ട് ശരീരത്തിൽ അവർക്ക് കുറച്ച് ഉന്മേഷം പകരുന്ന കുറേ വാക്കുകൾ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകും, ദൈവം നിനക്ക് സമൃദ്ധി തരാൻ പോകും, ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ പറഞ്ഞ് അവർ വെറുതെ മോട്ടിവേറ്റ് ചെയ്യുന്നതല്ലാതെ ദൈവത്തിൻ്റെ വചനം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങുവാൻ സമ്മതിക്കുന്നില്ല പലയിടത്തും. അതുകൊണ്ട് സത്യവചനത്തെ സത്യമായിട്ട് പഠിപ്പിക്കുക എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു.